കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഭരണ തുടർച്ചയും ഭരണമാറ്റവും തമ്മിലുള്ള പോരാട്ടം നിർണായകമായ ഘട്ടത്തിൽ എത്തി നിൽക്കെ മനോരമ ന്യൂസ് വോട്ടർ എക്സിറ്റ് പോൾ പുറത്തുവിട്ട ഫലങ്ങൾ സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ ഭൂകമ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. LDFന്റെ തുടർഭരണ പ്രതീക്ഷകളെ പാടെ തള്ളിക്കളയുന്ന ഈ സർവേ ഫലങ്ങൾ UDF ഐതിഹാസികമായി ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് പ്രവചിക്കുന്നത്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ നിലവിലെ സമവാക്യങ്ങളെ പൂർണ്ണമായും തിരുത്തി കുറിക്കുന്നതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും KPCC അധ്യക്ഷൻ K സുധാകരന്റെയും നേതൃത്വത്തിൽ UDF അധികാരം പിടിച്ചെടുക്കുമെന്നും സർവേ വ്യക്തമാക്കുന്നു. സർവേ പ്രകാരം UDF 82 മുതൽ 94 സീറ്റുകൾ വരെ നേടി വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറും. 2011 UDF നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷമാണിത്. മറുവശത്തെ LDF 44 മുതൽ 56 സീറ്റുകളിലേക്ക് ഒതുങ്ങും. ഭരണവിരുദ്ധ വികാരവും വിവാദങ്ങളും സർക്കാരിനെ പ്രതികൂലമായി ബാധിച്ചുവെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. BJP നേതൃത്വം നൽകുന്ന NDA 1 മുതൽ 3 സീറ്റുകൾ വരെ നേടുമെന്നും സർവേ പറയുന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ UDF വൻ തരംഗം സൃഷ്ടിക്കുമെന്നാണ് പ്രവചനം. മലബാറിലെ 5 ജില്ലകളിൽ, അതായത് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം എന്നിങ്ങനെയായി UDF 33 മുതൽ 37 സീറ്റുകൾ വരെ സ്വന്തമാക്കും. CPMന്റെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ LDFന് തന്നെയാണ് മുൻതൂക്കം. 6 മുതൽ 8 സീറ്റുകൾ വരെ ഇടതുപക്ഷം നേടിയേക്കാം. എങ്കിലും UDF 3 മുതൽ 5 സീറ്റുകൾ വരെ പിടിച്ച് കരുത്ത് തെളിയിക്കും. കാസർഗോഡ് UDFന് 4 സീറ്റുകൾ വരെ സാധ്യതയുണ്ട്. വയനാട്ടിലും UDF ആധിപത്യം തുടരും. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ മലപ്പുറത്തും ഇടതുകോട്ടയായ കോഴിക്കോടും UDFന് അനുകൂലമായ കാറ്റാണ് വീശുന്നത്. മധ്യ കേരളത്തിലെ UDF തിരിച്ചുപിടിക്കുന്ന കാഴ്ചയാണ് സർവേ നൽകുന്നത്. ജില്ലയിൽ LDFന് കനത്ത തിരിച്ചടി ഉണ്ടാകും. 0 മുതൽ 2 സീറ്റുകൾ വരെ മാത്രമാണ് ഇടതുപക്ഷത്തിന് ഇവിടെ ലഭിക്കാൻ സാധ്യത. P രാജീവ് മത്സരിച്ച കളമശ്ശേരിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിന്റെ ഇടതുമുന്നണിയിലേക്കുള്ള മാറ്റം ഇവിടെ വലിയ ചലനം ഉണ്ടാക്കില്ലെന്നാണ് ഫലങ്ങൾ പറയുന്നത്. പാലായിൽ മാണി C കാപ്പന് നേരിയ മുൻതൂക്കമുണ്ട്. ജോസ് കെ മാണിക്ക് മണ്ഡലം തിരിച്ചുപിടിക്കാൻ വിയർപ്പൊഴുക്കേണ്ടി വരും. പൂഞ്ഞാറിൽ PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് തോൽക്കുമെന്നും UDFന്റെ MJ സെബാസ്റ്റ്യൻ ജയിക്കുമെന്നും സർവേ പ്രവചിക്കുന്നു. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിൽ UDFന് വലിയ മുന്നേറ്റം നടത്തും. ആലപ്പുഴയിൽ 5 മുതൽ 7 സീറ്റുകൾ UDF നേടുമ്പോൾ LDF 2 മുതൽ 4 സീറ്റുകളിലേക്ക് ചുരുങ്ങും. ആറന്മുളയിൽ മന്ത്രി വീണ ജോർജും അബിൻ വർക്കിയും തമ്മിലുള്ള പ്രവചനാതീതമായ മത്സരമാണ് നടക്കുന്നത്. VT ബൽറാമിലൂടെ UDF മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് സർവേ പറയുന്നു. നിലവിലെ MLA MP രാജേഷിനെതിരെയുള്ള വികാരമാവാം ഇതിന് പിന്നിൽ. UDFന്റെ സ്ഥാനാർത്ഥി രമേശ് പിഷാരടി വിജയിക്കുമെന്നാണ് സർവേ ഫലം. ഇവിടെ ശോഭ സുരേന്ദ്രൻ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്നും സർവേ സൂചിപ്പിക്കുന്നു. സിറ്റിംഗ് MLA K പ്രേംകുമാറിലൂടെ LDF മണ്ഡലം നിലനിർത്തുമെങ്കിലും മേജർ രവി BJPക്ക് വേണ്ടി പിടിച്ച വോട്ടുകൾ നിർണായകമാകും. മന്ത്രി റോഷി അഗസ്റ്റിൻ പരാജയപ്പെടാനും റോയ് K പൗലോസ് വിജയിക്കാനും സാധ്യതയുണ്ടെന്ന പ്രവചനം ഇടതുമുന്നണിക്ക് വലിയ ഷോക്കാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ രാഷ്ട്രീയ കേരളം 2 തട്ടിലായിരിക്കുകയാണ്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് എക്സിറ്റ് പോളുകൾ ശാസ്ത്രീയമല്ലെന്നും പലപ്പോഴും തെറ്റാറുണ്ടെന്നുമാണ്. ജനങ്ങളുടെ വിധിയെഴുത്ത് വോട്ടെണ്ണൽ ദിവസം മാത്രമേ അറിയാൻ കഴിയൂ എന്നും ഇടതുപക്ഷ അണികൾ പരിഭ്രമിക്കേണ്ടതില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് CPM ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഈ ഫലം UDF ക്യാമ്പുകളിൽ വലിയ ആവേശം പടർത്തിയിട്ടുമുണ്ട്. സർക്കാരിന്റെ അഴിമതിക്കും സ്വജനപക്ഷത്തിനുമെതിരെ ജനങ്ങൾ നൽകിയ തിരിച്ചടിയാണിതെന്ന് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നു. മുസ്ലിം ലീഗിന്റെ നിലപാടുകൾ ശരിവെക്കുന്ന ഫലമാണിതെന്ന് ലീഗ് നേതൃത്വവും വിശ്വസിക്കുന്നു. മനോരമ സർവേ ശരിയാവുകയാണെങ്കിൽ അതിന് പിന്നിൽ നിരവധി ഘടകങ്ങൾ ഉണ്ടാകാം. കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൽ ജനങ്ങൾക്കുണ്ടായ അതൃപ്തി വോട്ടായി മാറിയിരിക്കാം. സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയും ക്ഷേമ പെൻഷനുകളുടെ വിതരണത്തിലെ തടസ്സങ്ങളും താഴെത്തട്ടിലുള്ള വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ UDFന് അനുകൂലമായി ഏകീകരിക്കപ്പെട്ടുവെന്ന സൂചനകൾ മലബാർ മധ്യകേരളം ഫലങ്ങൾ നൽകുന്നു. UDF ഇത്തവണ കൊണ്ടുവന്ന പുതുമുഖങ്ങളും യുവാക്കളും ജനങ്ങളെ ആകർഷിച്ചുവെന്നും സർവേ ഫലങ്ങൾ അടിവരയിടുന്നു. എക്സിറ്റ് പോളുകൾ പലപ്പോഴും യാഥാർത്ഥ്യമാകണമെന്നില്ല. 2021 പല പ്രവചനങ്ങളും LDFന് അനുകൂലമായിരുന്നുവെങ്കിലും സീറ്റ് നിലയിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും മനോരമ ന്യൂസ് വോട്ടർ സർവേ നൽകുന്ന ചിത്രം കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ കാറ്റ് വീശുന്നു എന്നതാണ്. മെയ് 4-ന് വോട്ടെണ്ണുമ്പോൾ മാത്രമേ പിണറായി വിജയൻ ചരിത്രം തിരുത്തി 3ാം തവണയും അധികാരത്തിലെത്തുമോ അതോ UDF വൻ തിരിച്ചുവരവ് നടത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തത ലഭിക്കും. അതുവരെ കേരളം ഈ പ്രവചനങ്ങളുടെ ആവേശത്തിലും ആശങ്കയിലുമായിരിക്കും.